അവസാനിപ്പിക്കുമ്പോൾ ശ്രീജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ സംഘടനാ സംവിധാനമുണ്ട്, ആ സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൻ്റെ സ്വഭാവമുണ്ട്. ഒപ്പം മതസാമുദായിക വിഭാഗങ്ങളിലെ വലിയൊരു ശതമാനം ആളുകൾ NSSൻ്റെ സ്ഥാപനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുക എന്നത് ഇവർ സൂചിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അഭിലാഷ, അതിലേക്ക് വരുന്നതിന് മുൻപ് എനിക്കിപ്പം ഉള്ളത് അനൂപ് ചന്ദ്രന്റെ കുടുംബമാണ്. അനൂപ് ചന്ദ്രൻ ഫലത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനു അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയയായി സഹോദരന്റെ ഭാര്യ എന്നൊക്കെയുള്ളത്. അനൂപിന്റെ കുടുംബമാണ് NSS ആസ്ഥാനത്ത് എത്തിയതാണ്. അനൂപിന്റെ അച്ഛൻ ഒപ്പം തന്നെ സഹോദരൻ ഒക്കെ ഇവിടെയുണ്ട്. ഈ ചേച്ചിക്കാണ് ട്രാൻസ്ഫർ എന്നുള്ളത്. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ചാനലുകളിൽ. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അനൂപ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഞങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ ഈ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യം ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാനസികമായി തകർക്കാൻ വേണ്ടി അനൂപ് ചെയ്യുന്നതാണ്. നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടല്ല ഇതില് അനൂപിന്റെ പ്രതികരണങ്ങൾ? അനൂപും ഞാനുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. നിലവിൽ ഇതിനു മുമ്പ് കോണ്ടാക്ട് ഇല്ല? ഇപ്പൊ ഇല്ല, ഈ പ്രശ്നം കൊണ്ടല്ല, അല്ലാതെ തന്നെ കോണ്ടാക്ട് ഇല്ല എന്നാണ്? ഇതിനു മുമ്പും NSS പ്രസ്ഥാനത്തിനെതിരെ അനൂപ് ധാരാളം മോശമായ ആരോപണങ്ങൾ നടത്തിയിരുന്നു. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ളത്. അനൂപുമായിട്ട് ഞാൻ ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല. ഒത്തിരി 6 വർഷമായി അനൂപുമായിട്ട് വലിയ ബന്ധങ്ങൾ പുലർത്തുന്നില്ല. അപ്പൊ ചേച്ചിക്ക് ഒരു റോളും ഇല്ല? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊന്നും ചേച്ചി അറിഞ്ഞിട്ടില്ല? ഒന്നുമില്ല? അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാനും കണ്ടിരുന്നു. പക്ഷേ നമ്മളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ ചെയ്തതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സ്നേഹം കൊണ്ട് ചെയ്തതല്ല അനൂപ് എന്നാണ്? ഒരിക്കലുമല്ല, ഒരിക്കലും സ്നേഹം കൊണ്ടല്ല. അത് നാട്ടിൽ ആരോട് വേണേ അന്വേഷിച്ചാൽ അറിയാം. അമ്മ, എന്താണ് സംഭവം? എന്താണ് പറയാനും ചേച്ചിയുടെ? നിങ്ങൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി? പിന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സാറേ. എന്ത് ചെയ്യാനൊക്കും? അവളാണേലിരുന്ന് കരച്ചിൽ തന്നെ കരച്ചിൽ. എന്ത് പറയാനാ? നമുക്കിപ്പം കണ്ടുകൊണ്ടിരിക്കാനല്ലേ ഒക്കത്തുള്ളൂ. അനൂപിന്റെ ചേട്ടനും നമുക്ക് പോകുന്നുണ്ട്. എന്താണ് ചേട്ടാ ഇതിൽ നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല. ഇത്രയും 90 വയസ്സായ ഒരു സാറിനെ വേറെ എന്തെല്ലാം മുറകളുണ്ട് ഇവിടെ വന്ന് സംസാരിച്ച് തീർക്കേണ്ട ഓരോ കാര്യങ്ങൾ പുറത്ത് അറിയിച്ച് ചെയ്യുന്ന വേറെ സമുദായങ്ങളോ അല്ലെങ്കിൽ സമൂഹങ്ങളോ ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. വളരെ ദുഃഖം തോന്നുന്നു ഈ സമയത്ത്. ഇതിനൊക്കെ എല്ലാവരും പിന്തിരിഞ്ഞ് ഒറ്റക്കെട്ടായി പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നന്ദി. ചേട്ടാ, ഈ ഇതിൽ പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ ചേട്ടനാണല്ലോ, അനൂപിൻ്റെ സ്വന്തം ചേട്ടൻ. അപ്പോൾ ചേട്ടനുമായിട്ട് ഒരു ബന്ധമില്ല? ഞാനുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെ സത്യത്തിൽ ഞാനത് നോക്കാറ് പോലും ഇല്ല. വളരെ സങ്കടമുണ്ട്. നമ്മളെയൊക്കെ ഇതിനകത്ത് ജോലി കിട്ടി, നമ്മൾ NSSൻ്റെ ഒരു ഭാഗമാണ്. അവർ തന്നൊരു ജോലിയാണ് വൈഫിന്. ഞാനും ടീച്ചറാണ്. അപ്പോൾ അതിന് 100% വിധേയത്വം നമ്മുടെ NSS നേതൃത്വത്തോടും എല്ലാവരോടും ഉണ്ട്. അതിൽ സംശയമില്ല. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാണും ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഓരോ കവലപ്രസംഗം കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരു തെറ്റും ഒരാൾക്കും ഒരു സമൂഹത്തിലുള്ള ഒരാളോട് ഒരു മണ്ണിന് പോലും ഒരു ദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അപ്പോൾ വളരെ മോശമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നതിലൊക്കെ വളരെ സങ്കടമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നൊക്കെ പിന്മാറണം എന്നതാണ്. വേറെ എന്തെങ്കിലും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ വന്നിരുന്ന് സംസാരിച്ചൊക്കെ തീർക്കേണ്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളും. അത് വഴക്കുണ്ടാക്കി പോകേണ്ട ഒരു സംഭവമല്ല. ചേച്ചിയുമായിട്ട് ബന്ധമില്ല? ചേട്ടനും കോണ്ടാക്ട് ഇല്ല അനൂപുമായിട്ട്? ഞാനുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. കോണ്ടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. കാര്യം ഒരു നേതൃത്വത്തിൻ്റെ ഇങ്ങനെ വളരെ മോശമായിട്ട് പറയുക ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ചേച്ചിയുടെ അച്ഛനാണോ അതോ? അതെ, എനിക്ക് 30-35 വർഷമായിട്ട് ജനറൽ സെക്രട്ടറിയുമായിട്ട് അടുത്ത ബന്ധമാണ്. അങ്ങേരുമായിട്ടുള്ള ഇയാൾ ഞങ്ങൾക്ക് ദോഷമില്ലാണ്ട് മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ അയാൾ ദോഷം ചെയ്തത്. അയാൾ ഒരു കാര്യവും ഇല്ലാതെ ഇപ്പം ചുമ്മാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാതെ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെന്ന് ആർക്കും അറിയാൻ നേരം.
അറിയാമില്ല, ഒരു കാര്യവുമില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ വരാറുണ്ട്, ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോഴും വന്നു കഴിഞ്ഞപ്പം വലിയ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ സംസാരിച്ചെടുത്തത്. ഞങ്ങൾക്ക് എന്നും ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പൊ നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അനൂപ് ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടുകയും ചാനലുകളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ദോഷമാവുന്നത്. ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കും അറിയാൻ വരാം. ഞങ്ങൾക്ക് എന്താ കാര്യം അങ്ങേർക്ക് അയക്ക് തോന്നുമ്പോൾ ഓരോ വലിയ ആളാണെന്ന് നടിക്കുക, അത്ര മാത്രം. അതിനാണോ ട്രാൻസ്ഫർ ചെയ്തതൊക്കെ? ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പം എല്ലാം ഈ അനുപാട്ട് അങ്ങനെ വലിയ ബന്ധമില്ലല്ലോ. അതുമായിട്ടൊക്കെ ബന്ധമുണ്ട്, പക്ഷെ അതിനായിട്ട് വലിയ അടുപ്പമില്ല. അടുപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല. എൻ്റെ കൂടെ ആയിരുന്നപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. ഗംഭീരമായിട്ട് ഞാൻ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി തോന്നി ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. ഇങ്ങനെ പറ്റി പറയാം. ഒരാൾ ജോലിയുള്ളപ്പം അങ്ങനെ പറ്റി മോശമായിട്ട് പറയാം. അങ്ങനെ എന്തോ മോശത്തരം കാണിച്ചു, അങ്ങനെ ഒരു മോശത്തരം കാണിക്കുന്നില്ല. അങ്ങനെ പറ്റി തോന്നിയ വർത്താനം പറയാം. പറയുന്ന എന്ത് മര്യാദ വേണ്ട, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട്, എന്ത് മനുഷ്യൻ. ചേട്ടൻ്റെ കൂടെ അല്ല, നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ 2009 ഞാൻ വീട് വെച്ച് താമസിക്കുന്നതാണ്. അങ്ങനെ സഹോദരനാണ്, ആ ഒരു ബന്ധമുണ്ട്. അല്ലാണ്ട് വേറെ അവനെ അങ്ങനെ കാണാൻ പോയി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുറേ നാളുകളായിട്ട് ഒരു ഇതുണ്ട് എനിക്ക്. ഇത് ഉണ്ടായ പോസ്റ്റ് കണ്ടപ്പോൾ ചേട്ടൻ വിളിച്ച് സംസാരിക്കുമോ? അങ്ങനെ പറഞ്ഞു സന്തോഷമായില്ലേടാന്ന് ചോദിച്ചു. അപ്പം അല്ല, ഞാനത് അടുത്ത പോസ്റ്റ് ഇടിയ കാര്യങ്ങളൊക്കെ. പിന്നെ ദുഃഖമായിട്ട് ഞാനിവിടെ വരേണ്ട കാര്യമില്ല. കാര്യം സാറിന് അറിയാം ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല. NSSൻ്റെ നമ്മുടെ താലൂക്കുകളവർക്കൊക്കെ അറിയാം. ഞങ്ങൾ ഒരിക്കലും NSSനോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മളിതിലൊന്നും ഒരാൾക്കെതിരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇങ്ങനൊരു സങ്കടം വന്നപ്പോൾ ഇവിടം വരെ വരേണ്ടി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വളരെ ദുഃഖമുണ്ട്. നിങ്ങൾക്കൊരു ഉപദ്രവമായി ഫലത്തിൽ മാറി വെച്ച്? തീർച്ചയായിട്ടും ഉപദ്രവമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. 2 പെൺകുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളും കഴിഞ്ഞ് അവരെയും കൊണ്ട് ഞാൻ 18 കൊല്ലം കരുവാറ്റ സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് പാണാവള്ളിയിലേക്ക് വന്ന് ചോദിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ കുറവായിരുന്നു. കുട്ടികളുടെ എണ്ണമായി ചോദിച്ച നിമിഷം തന്നെ എനിക്ക് പാണാവള്ളിക്ക് അവർ ട്രാൻസ്ഫർ തന്നതാണ്. എനിക്ക് തന്നു കഴിഞ്ഞ് നമ്മൾ വളരെ സെക്യൂറായിട്ട് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ 9 മണിക്ക് അവിടെ ചെല്ലും. പക്ഷേ ഇപ്പം കിട്ടിയിരിക്കുന്ന ദൂരം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് 5 മണിക്ക് ഇറങ്ങിയാൽ പോലും ബസ്സും കിട്ടി അവിടെ എത്തുമെന്ന്. അത്രയ്ക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടാവേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കൊരിക്കലും ഉപകാരത്തിന് വേണ്ടി ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞോ? നിങ്ങളുടെ ബുദ്ധിമുട്ട് ചെയ്തോളാം. നമ്മൾ കാണാൻ വന്നതാണ്, അദ്ദേഹത്തിനെ കാണാൻ വന്നതാണ്. ഇദ്ദേഹത്തെ ഇങ്ങനെ പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഇടുന്നത് നിങ്ങളോടൊരു ശത്രുത അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ പോസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഇടുമ്പോൾ അതിൻ്റെ എന്താണ് അർത്ഥമെന്ന് കാഴ്ചക്കാർക്ക് തന്നെ തീരുമാനിക്കും. നമ്മൾ വേറെ വീടാ സാറേ, നമ്മൾ വേറെ വീടാ. അദ്ദേഹത്തിന് കണ്ടിട്ട് പോലും ഇല്ല. എന്ത് കാര്യമെന്നാ ഞങ്ങൾക്കും അറിയാൻ മേല. എന്ത് കാര്യത്തിനാണ് ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്? വേണ്ടത് നമ്മൾ സാറിന് യെസ്, എന്തായാലും അനൂപിൻ്റെ ആരോപണങ്ങളെല്ലാം അനൂപിൻ്റെ സഹോദരനും സഹോദര ഭാര്യയും ഒക്കെ തള്ളിക്കളയുകയാണ്. അനൂപുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്നതാണ് ഇപ്പോൾ അനൂപിൻ്റെ സഹോദര ഭാര്യ പറയുന്നത്. ഈ ഭാര്യയുടെ പിതാവ് പറയുന്നത് 35 വർഷമായി NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായി വ്യക്തിപരമായി കൂടി പരിചയമുണ്ട് എന്നതാണ്. അതാണ് സംശയം വീണ്ടും അവശേഷിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ ബന്ധമുള്ള ഒരാൾക്ക് സ്വാഭാവികമായി അനൂപുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കുടുംബത്തിന് മേൽ എന്തിനാണ് അനൂപ് നടത്തുന്ന പ്രതികരണത്തിന് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ട്രാൻസ്ഫർ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം അനൂപുമായി ബന്ധമില്ലാത്തൊരു കുടുംബത്തെ എന്തിനാ ട്രാൻസ്ഫർ ചെയ്യണം? പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കണ്ടായിരുന്നു, ഞങ്ങൾക്കിട്ട് ചെയ്യരുതായിരുന്നു. ഞാൻ എപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് കയറി ചെല്ലാനും കാണാനും പറയാനുള്ള സൗകര്യം എനിക്കിന്ന് വരെ പ്രയോജനമല്ലാണ്ടൊരു ദോഷം ഇവിടുത്തെ സംബന്ധിച്ച് എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ വലിയ ആൾക്കാർ നടിക്കുന്ന കാര്യം വലിയ ഉന്നതി ഇരുന്നുകൊണ്ട് എന്ത് വേണമെങ്കിൽ പറയരുത്. അന്നെങ്കിൽ അനൂപിന്റെ ബാക്കി തന്നെ ചോദിക്കേണ്ടി വന്നതിന്റെ കാര്യമില്ല. കുടുംബം ബാക്കി അങ്ങനെയുള്ളവരൊക്കെ എവിടെയാണ്? അപ്പം ചേർത്തലയിലാണോ? ചേർത്തലയുണ്ട്. അമ്മ നിങ്ങൾക്ക് അമ്മ അച്ഛൻ അമ്മയുണ്ട്, അമ്മയുടെ കൂടെയാണ്. ചേട്ടൻ്റെ അമ്മ കൂടെ.
അയാളും ഭാര്യയും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ ഇവിടെ വന്ന് കണ്ടപ്പോൾ? സാർ NSS ഞങ്ങളെ ഒരിക്കലും ചതിക്കില്ല. കാരണം അനൂപിന് എൻ്റെ വീട്ടിൽ വിവാഹത്തിന് മുമ്പ് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയിരുന്നത്. സാമ്പത്തികപരമായി ഒരു വലിയ വീടൊന്നുമല്ല. അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു, അല്ലാതെ വീട്ടിൽ വേറെ സാമ്പത്തികമായിട്ടുള്ള ഒരു ചുറ്റുപാടുമുള്ള വീടൊന്നുമല്ല. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് അറിയാമായിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞായിരുന്നു കല്യാണം. അനൂപിൻ്റെ വീട്ടിൽ ആയിട്ട് വിവാഹം കഴിഞ്ഞിട്ടല്ല ജോലി കിട്ടിയത്. അതിനു മുമ്പ് അച്ഛൻ നമ്മുടെ ബുദ്ധിമുട്ട് അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജോലി തന്ന് സഹായിച്ചതാണ്. ഒരിക്കലും സ്ഥാപനം നമ്മളെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ്. അച്ഛൻ ഹൃദ്രോഗിയാണ്, അമ്മയ്ക്കും സുഖമില്ലാതിരിക്കുന്നു. ഞങ്ങൾ അവരെയും കൂട്ടി വന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.